ഹലോ, ഞാൻ സിദ്ദീഖാണ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗുൽമർഗിൽ നിന്ന് വന്ന് കുറച്ച് സമയമുണ്ട്. അപ്പം നമ്മൾ കയാം ചൗക്കിൽ ഒന്ന് കറങ്ങാമെന്ന് കരുതി. കയാം ചൗക്ക് എന്ന് പറയുന്നത് കാശ്മീരിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് ഈ കയാം ചൗക്ക്. ഏതായാലും സന്ധ്യ മയങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ദൂരെ കാണുന്നതൊക്കെ നമ്മൾ ഈ പുരാതന രീതിയിൽ നിർമ്മിച്ച ഇഷ്ടിക കൊണ്ട് മാത്രം നിർമ്മിച്ച ബിൽഡിങ്ങുകളാണ് ആ കാണുന്നത്. തേപ്പോ പ്ലാസ്റ്ററിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. വെറും ഇഷ്ടിക കൊണ്ട് മാത്രമാണ് അതിൻ്റെ ചുമരുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഈ കയാം ചൗക്ക് ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റ് കൂടിയാണ്. വിവിധ തരം ഭക്ഷണങ്ങൾ, ബാർബിക്യൂ, കബാബ്, അങ്ങനത്തെ വിവിധ തരം ഭക്ഷണങ്ങൾ ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഇവിടുന്ന് അവൈലബിൾ ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു സ്ട്രീറ്റിൻ്റെ പ്രത്യേകത. അത് വൈകുന്നേരം ആകുമ്പം ഇവിടെ തട്ടുകടകൾ മുതൽ തുടങ്ങും. ഈ ബാർബിക്യൂ, ഈ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടങ്ങിയ വിഭവങ്ങൾ അടങ്ങിയ തട്ടുകടകൾ വരെ ഇവിടെ സജീവമാവും വൈകുന്നേരം ആകുമ്പോൾ. ഇത് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇൻഡോറിലുള്ള സറാഫ ബസാർ പോലുള്ള ഒരു ബസാറാണ്, ഒരു സ്ട്രീറ്റാണ്, ഇവിടുത്തെ ഫേമസ് സ്ട്രീറ്റാണ്. അങ്ങനെ ഇവിടുത്തെ ലോക്കൽ പലഹാരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന കടകൾ ഒക്കെ സജീവമാണ് ഇവിടെ രാത്രി. പിന്നെ കാശ്മീരിൻ്റെ തെരുവുകളൊക്കെ താരതമ്യേന മറ്റു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ വൃത്തിയുള്ള സ്ട്രീറ്റാണ് എല്ലാ ഭാഗങ്ങളും. പിന്നെ ഇത് ഇവിടുത്തെ ഒരു പലഹാരം ഉണ്ടാക്കുന്ന കടയാണ്. ഇത് 1/2 മീറ്ററോളം വട്ടത്തിൽ ഒരു മൈദ കൊണ്ട് പരത്തിയെടുത്തിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് ചുട്ട് എടുക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇത് ഇവിടെ ഇവർ പൊറാട്ട എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, ഞാനും കുറച്ച് വാങ്ങി. ഇത് ഈ ഒരു പൊറാട്ട സംഭവം ആവശ്യത്തിന് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ റവ കൊണ്ടുണ്ടാക്കിയ റവയും പിന്നെ നെയ്യും പഞ്ചസാരയും ചേർത്തുണ്ടാക്കിയ ഒരു ഹൽവ പോലുള്ള ഒരു സംഭവമുണ്ട്. ആ ഒരു സംഭവം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് കഴിക്കുക. അപ്പോൾ ഇത് തൂക്കത്തിനാണ് വില. അങ്ങനെ ഞാനും കണ്ടപ്പം കൗതുകം തോന്നി, കുറച്ച് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ വാങ്ങി ടേസ്റ്റ് ചെയ്തപ്പം അത്ര ഒരു ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല. എന്തായിരുന്നാലും ഇത് ഇവിടുത്തെ ഒരു ഫേമസ് സംഭവമാണ് ഈ ഒരു സംഭവം. ഓക്കെ, ये क्या मैदा की है? ये दोनों साथ आता है। ये थोड़ा दे दो, इसमें दे दो, रूम में एक और आदमी है। थोड़ा और डालो, ये हलवा थोड़ा और डालो, नहीं थोड़ा. ഈ ഹൽവൻ്റെ അടിയിൽ എല്ലാ സമയത്തും തീയാണ്. അപ്പോൾ അതിങ്ങനെ ഇളക്കി മറിച്ച് താഴെ ഭാഗത്തുള്ള മറിച്ചിട്ടിട്ടാണ് നമുക്ക് എടുത്തു തരിക. ഇത് ഇവിടുത്തെ തദ്ദേശീയമായിട്ടുള്ള മറ്റു പലഹാരങ്ങളാണ്. നമ്മുടെ തേങ്ങ ഇട്ടിട്ടുള്ള ബിസ്ക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഫേമസ് ആണ് കേട്ടോ. തേങ്ങ ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ. ഇവിടുത്തെ ഇലയുടെ ഒരു മാർക്കറ്റാണ് ഒരു പ്രായമുള്ള ആൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ തിരിച്ച് നടക്കുകയാണ്. ഈ കയാം ചൗക്കിൻ്റെ ഞാൻ താമസിക്കുന്നത് ഒരു എൻഡിലാണ്. അതിൻ്റെ അങ്ങേ എൻഡിൽ പോയിട്ട് ഞാൻ തിരിച്ച് നടക്കുകയാണ്. ഓക്കെ, ഞാൻ താമസിക്കുന്നതിന് അടുത്തായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്, ഈ ഫുഡിൻ്റെ. ഇത് രാത്രി പോലും ഇവിടെ ഇറച്ചി മാർക്കറ്റൊക്കെ സജീവമാണ്. ഇത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ ചീസ് കട്ട് ചെയ്ത് വിൽക്കുന്ന ഒരു കടയാണത്. പിന്നെ നമ്മൾ വാങ്ങിയതുപോലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു കട. അങ്ങനത്തെ ഒരുപാട് കടകളുണ്ട്. ഓക്കെ, ഞാൻ വീഡിയോ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഷൂട്ട് ചെയ്യാതിരുന്നത്. ഒരുപാട് കടകളുണ്ട്. പിന്നെ ഇത് പച്ച വാൾനട്ടും അതുപോലെ തന്നെ ഉണങ്ങിയ വാൾനട്ടും ഒക്കെ വിൽക്കുന്ന ഒരു തട്ടുകടയാണത്.
പിന്നെ ഇതാണ് ഇവിടുത്തെ ബാർബിക്യൂ, ഇങ്ങനത്തെ കബാബ് ഒക്കെ കിട്ടുന്ന ഇത്തരം കടകൾ, അതുപോലെ തന്നെ തന്തൂരി റൊട്ടി അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരുപാട് കടകളുണ്ട് ഈ ഒരു ഖയാം ചൗക്കിൽ. ഓക്കെ, ഇവിടെ ഭക്ഷണത്തിനായിട്ട് വരുന്ന ആളുകളുണ്ട്. അതായത് ചെറിയ റേറ്റേ ഉള്ളൂ. അതായത് ഈ ആടിൻ്റെ ഈ നെയ്യുണ്ടല്ലോ, നെയ്യ് മാത്രം ഒരു ഇത് ചെയ്തിട്ട് ഈ സ്റ്റിക്കുമ്മേൽ കുത്തിയിട്ട് അത് നമ്മളെ ഈ കരിൻ്റെ മുകളിൽ വെച്ച് ചുട്ടെടുത്തിട്ട് അത് മാത്രം കൊടുക്കുന്ന കടകളുണ്ട്. അതുപോലെ പിന്നെ ഈ കബാബ് ഇങ്ങനത്തെ ഈ ഐറ്റംസ് എല്ലാം കൊടുക്കുന്ന കടകളുണ്ട്. തട്ടുകടകൾ പോലും അത്ര സജീവമാണ് രാത്രിയായാലും ഇവിടെ. കണ്ടോ, ആ പുക വന്നുന്നതൊക്കെ അങ്ങനത്തെ കബാബും കാര്യങ്ങളും വിൽക്കുന്ന കടകളാണ്. ഇത് തട്ടുകടകളാണ്. അങ്ങനെ ഓരോരോ ഈ ഒരു ഏരിയ ഫുള്ള് ഇതിൻ്റെ ഒരു ഐറ്റംസിൻ്റെ ഒരു ഏരിയയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ കൂടെ ഉള്ളവരൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ റൂമിലേക്ക് തന്നെ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.